Good morning. So, in the family and friends ne kurichu എങ്ങനെ നമുക്ക് പറയാം അതിന് ആവശ്യമായ vocabularies ആണ് നോക്കുന്നത്. So first of all, a lifelong friend. A lifelong എന്ന് പറയുമ്പോൾ സിംഗിൾ വേർഡ് ആണ്. A lifelong friend. So lifelong friend എന്ന് വെച്ച് കഴിഞ്ഞാൽ a friend that you have had for most of your life. അതായത് ലൈഫ് ലോങ് എന്ന് വെച്ചാൽ നീണ്ട കാലം, ഓക്കെ, ത്രൂ ഔട്ട് യുവർ ലൈഫ് എന്നൊരു അർത്ഥത്തിലാണ്. എ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ്. സോ യൂഷ്വലി മാരേജ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് എ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് എന്തൊക്കെ ഉണ്ടാവും? ഫെയ്ത്ത് ഉണ്ടാവും, കോൺഫിഡൻസ്, അത് പരസ്പരം ഒരു ഫെയ്ത്തും അതുപോലെ തന്നെ കോൺഫിഡൻസും ഉണ്ടാവും. സോ അതാണ് റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ്. നെക്സ്റ്റ്, അറേഞ്ച് എ ഡിന്നർ ഡേറ്റ്. സോ ഈവനിങ് മീലാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ഈവനിങ് മീലിന് പോകുന്നതിനാണ് അറേഞ്ച് എ ഡിന്നർ ഡേറ്റ്. നൗ എ ഷോൾഡർ ടു ക്രൈ ഓൺ. ടു ക്രൈ ഓൺ. സി പ്രിപ്പോസിഷൻസ് എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് മാറിക്കഴിഞ്ഞാൽ മീനിങ്സ് ഇൻകംപ്ലീറ്റ് ആവും. എ ഷോൾഡർ ടു ക്രൈ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചാരാനൊരാളും. someone to sympathize with you. Someone to sympathize with you. Now next is close knit family. KNIT. Close knit family. A close family with common interest. ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. സി ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ കൺസെപ്റ്റ്സ് എപ്പോഴും ഒന്നായിരിക്കും അധികവും. അതുകൊണ്ടാണ് ക്ലോസ് നിറ്റ് ഫാമിലി എന്ന് പറയുന്നത്. സോ ഇത് ജസ്റ്റ് വൊക്കാബുലറി മാത്രമേ ഇപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും ഈ വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ആൻസേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പം ജസ്റ്റ് ഫസ്റ്റ് ടൈം കേട്ടതിന് ശേഷം എത്രത്തോളം റീറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നൊരു പേപ്പറിലേക്ക് എഴുതി നോക്കാം. സോ അത് നമുക്കറിയാം എത്രത്തോളം നമ്മൾ ഈ വൊക്കാബുലറീസ് പഠിച്ചു എന്നുള്ളത് അറിയാനായിട്ടാണ്. ഡിയർ ടു മൈ ഹാർട്ട്. ഓക്കെ, someone that I care about, who is dear to your heart. Okay, distant cousins. Now extend the hand of friendship. അതായത് ഫ്രണ്ട്ഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുക. റീച്ച് ഔട്ട് ടു സമ്മൺ ഇൻ എ ഫ്രണ്ട്ലി മാനർ. റീച്ച് ഔട്ട്. സി റീച്ച് ഔട്ട്, എക്സ്റ്റെൻഡ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കുന്നത് ഫ്രണ്ട്ലി മാനർ. ഓക്കെ, എക്സ്റ്റെൻഡഡ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട് അല്ലേ. ഇപ്പോൾ സിംഗിൾ പാരൻറ്റ് ഫാമിലി ഉണ്ട്. നെക്സ്റ്റ് ബീൻ പോൾ ഫാമിലി ഉണ്ട്. ബീൻ പോൾ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിൻ ഫാമിലി, അതിന് മാത്രം മെമ്പേഴ്സ് ഇല്ലാത്ത കുറേ ഫാമിലി ജനറേഷൻസിനെയാണ് ബീൻ പോൾ ഫാമിലി എന്ന് പറയുന്നത്. സോ അതൊക്കെ ഹൈ ആൻഡ് വൊക്കാബുലറീസ് ആണ്, അഡ്വാൻസ് ലെവലാണ്. സോ എക്സ്റ്റെൻഡഡ് ഫാമിലി ഒക്കെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരും. സോ അങ്കിൾസ് ആൻഡ് ഫോം പാർട്ട് ഓഫ് ദ എക്സ്റ്റെൻഡഡ് ഫാമിലി. സോ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് എന്ന് പറയുമ്പോൾ അങ്കിൾസ് ആൻഡ്സ് ഒക്കെ നമുക്ക് എക്സ്റ്റെൻഡഡ് പാർട്ടിലേക്ക് വരുന്നത്. ഞാൻ ഫേസ് ടു ഫേസ്, അതായത് ഇപ്പം ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം നേരിട്ട് സംസാരിക്കുന്നത് കുറവാണ് എന്ന് പറയില്ല, ഇൻ പേഴ്സൺ. ഓക്കെ, സോഷ്യൽ ഡിസ്റ്റൻസ്, ഓൺലൈൻ, അതായത് ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയാസ് വഴി കണക്ഷൻ ഉണ്ട്, എന്നാൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഗെറ്റ് ടു നോ വൺ അനദർ, പരസ്പരം അറിയുക. Get to know one another, learning different aspects of each other. So ഒരു ഇപ്പോൾ മാരേജിൻ്റെ മുമ്പൊക്കെ ഒരു ടൈം കൊടുക്കാറുണ്ട്, ഒരു 6 months അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഗ്യാപ്പ്, എൻഗേജ്മെൻറ്റ് മാരേജിൻ്റെ തമ്മിൽ. ഗെറ്റ് ടു നോ ഈച്ച് അതർ ഓർ വൺ അനദർ. സോ ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ മീറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടല്ലോ ഈ ഇടയിലൊക്കെ ആയിട്ട്. ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, സോ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ സ്പൗസ് ഉണ്ട്, പാർട്ട്നേഴ്സ്, പാരൻസ്, ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് പാരൻസ്. സോ അതിനെയാണ് ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ലോസ്റ്റ് ഫ്രണ്ട്. എ ഫ്രണ്ട് ദാറ്റ് യു ഹാവ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത്. ലോങ് ലോസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ടിനെയാണ് ലോങ് ലോസ്റ്റ് ഫ്രണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേർഡ് നമ്മൾ ലൈഫ് ലോങ് ഫ്രണ്ട് എന്നാണ് പഠിച്ചത്. സോ ഓക്കെ, നൗ ലോങ് ലോസ്റ്റ് ഫ്രണ്ട്, നഷ്ടപ്പെട്ടു പോയതാണ്, ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത്. ലോങ് ടേം റിലേഷൻഷിപ്സ്. ഓക്കെ, ലോങ് ടേം റിലേഷൻഷിപ്പ്
സോ നമുക്ക് എസ്സേസ് ഒക്കെ എഴുതുമ്പോൾ ലോങ് ടേം റിലേഷൻഷിപ്പ് ഈ മീനിങ്സും കൂടെ നോക്കി വെക്കുകയാണ്. എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. സോ ഒരു സിനോണിയംസ് ആയിട്ട് നമുക്ക് ലോങ് ടേം മാരേജിന് പറയുമ്പോൾ ലോങ് ടേം റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പാരൻസ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് പറയുമ്പോൾ ലോങ് ടേം, അല്ലെങ്കിൽ എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഓക്കെ, കമ്മിറ്റഡ് മാരേജുമായിട്ട് റിലേറ്റഡ് പറയുകയാണെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ സിനോണിയംസും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നോക്കണം. ഏത് റിലേഷൻഷിപ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതിനെ ബിൽഡപ്പ് ചെയ്യാൻ, അതിനെ വളർത്തിയെടുക്കാനായിട്ട് നെർച്ചർ അവർ ഫ്രണ്ട്ഷിപ്പ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെർച്ചർ അവർ ഫ്രണ്ട്ഷിപ്സ്, നെർച്ചർ അവർ റിലേഷൻഷിപ്പ്. സോ ലുക്കിംഗ് ആഫ്റ്റർ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്. സോ വർക്ക് പ്ലേസിലുണ്ടാവുന്ന, വർക്ക് പ്ലേസ് സിംഗിൾ വേർഡാണ്, വർക്ക് പ്ലേസിലുണ്ടാവുന്ന റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത് എന്താണ്, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. നൗ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. സോ marital problems, relationship problems with whom we കോണ്ടാക്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് റെഗുലർലി. പരസ്പരം ആ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസിനാണ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. ഷെയർ എ കോമൺ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഷെയർ എ കോമൺ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ദേ ഷെയർ എ സിമിലർ ഹെറിറ്റേജ് ഓർ കൾച്ചർ. നമുക്ക് ഇവിടെ ആ ഒരു കോമൺ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷേ നമുക്കിപ്പോൾ ഒരു ഫോറിൻ കൺട്രീസിലാണെങ്കിൽ അവർ നമ്മൾ പറയും വി ഷെയർ എ കോമൺ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സിമിലർ ഹെറിറ്റേജ് ഓർ കൾച്ചർ, ഓരോ കൾച്ചർ. അവിടെയൊക്കെ ആകുമ്പോൾ ഡൈവേഴ്സ് കൾച്ചറാണ്, പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഷെയർ എ കോമൺ ബാക്ക്ഗ്രൗണ്ട്. ഷെയർ ദ സെയിം ഐഡിയാസ്. ഷെയർ ദ സെയിം ഐഡിയാസ് എന്ന് പറയുമ്പം ടു ഹാവ് സിമിലർ ഒപ്പീനിയൻസ് ഓർ ആൻഡ് വ്യൂസ്. ടു ഹാവ് സിമിലർ ഒപ്പീനിയൻസ് ആൻഡ് വ്യൂസ്. Now stand the test of time. To last a long time. അതായത് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പും എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒത്തിരി കാലം നിൽക്കാറില്ല. സോ അതായത് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ആ സമയം ടെസ്റ്റ് ചെയ്യുമ്പോൾ വെദർ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നോ ഇല്ലയോ. സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ്. സ്ട്രക്ക് അപ്പ്. ഓക്കെ, സ്ട്രൈക്കിൻ്റെ പാസ്റ്റ് സ്ട്രക്ക് അപ്പ്. അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ മേക്ക് ഫ്രണ്ട്ഷിപ്പിനെയാണ് സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. Now to enjoy someone's company. So enjoy someone's company എന്ന് വെച്ചാൽ സ്പെൻഡിങ് ടൈം വിത്ത്. സമയം ചെലവഴിക്കുന്നത് എൻജോയ് ചെയ്യുന്നതിനാണ് ടു എൻജോയ് someone's company. To have a good working relationship. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. വർക്ക് പ്ലേസ് നേരത്തെ പഠിച്ചതാണ്, വർക്ക് പ്ലേസിലുള്ള റിലേഷൻഷിപ്പ്. ടു വർക്ക് ടുഗദർ വെൽ. നൗ ടു ഹാവ് എ ലോട്ട് ഇൻ കോമൺ. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ടു ഷെയർ എ കോമൺ ഇൻട്രസ്റ്റ്. നേരത്തെ പഠിച്ചായിരുന്നു ഹാവ് എ കോമൺ. ഷെയർ ദ സെയിം ഐഡിയാസ്. Okay, to have, so share the same ideas അല്ലെങ്കിൽ to have a lot in common. Shared idea. Okay, share the same ideas, have a lot in common. Okay, to hit it off. Next word എന്ന് പറയുമ്പോൾ to hit it off. അതായത് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്നതിനാണ് പറയുന്നത് to like each other straight away. Now to keep in touch with. Keep in touch with എന്ന് വെച്ചാൽ കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിത്താണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കീപ്പ് ഇൻ ടച്ച് വിത്ത്. സോ ടു കീപ്പ് ഇൻ കോണ്ടാക്ട്. ടു ഹിറ്റ് ഇറ്റ് ഓഫിന് OFF ഉണ്ടാവും. സോ ഇതാണ് നിങ്ങളുടെ ചിലപ്പോൾ ഈ പ്രിപ്പോസിഷനൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് പോവും. ഓക്കെ, ടു ലോസ് ടച്ച് വിത്ത്. സോ കീപ്പ് ഇൻ ടച്ചിൻ്റെ ഓപ്പോസിറ്റ് ആണ് ടു ലോസ് ടച്ച് വിത്ത്. Means to lose contact. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. താങ്ക് യു. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണാം.